അങ്ങനെ നമ്മുടെ അലീനയും മനുവും കൂടി നമ്മുടെ ബബിതേനെ കോളേജിലേക്ക് കൊണ്ടാക്കാൻ പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ മനു പറയുന്നുണ്ട് നമുക്കൊന്ന് പ്രിൻസിപ്പൽ സാറെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ബബിതയെ കോളേജിലാക്കിയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീനോട്. ആയിക്കോട്ടെ മനുവേട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രിൻസിപ്പൽ സാറെ കാണാൻ പോകുന്നുണ്ട്. പ്രിൻസിപ്പൽ സാറെ കണ്ടിട്ട് മടങ്ങുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ കോളേജിലത്തെ കുട്ടികൾ മുഴുവനും ബബിതയെ കളിയാക്കുന്നുണ്ട്, കൂക്കി വിളിക്കണമൊക്കെ ഉണ്ട്. ആദ്യം നമ്മുടെ മനു അലീനയും മിണ്ടാതെ പോകുന്നുണ്ട്. പക്ഷേ അലീനയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാതെ ബബിതയുടെ കൈ പിടിച്ചിട്ട് പോയിട്ട് പറയുന്നുണ്ട്, അവരോട് കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കളിയാക്കിയും കൂക്കി വിളിക്കുകയോ ഒക്കെ ചെയ്യുമോ അതോ പരിഹാസിക്കുകയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ വല്ലാത്ത ഒരു ജാതി തോന്നിയിട്ട് എല്ലാവരോടും ബബിതയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബബിത കോളേജിലാക്കിയിട്ട് മനു അലീനയും തിരിച്ചു പോണ സമയത്ത് മനു പറയേണ്ട അലീനോട്, നിന്നോട് ഒരുപാട് നന്ദി പറയണം അലീന, നീ അല്ലാതെ വേറെ ഒരാൾ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കില്ല ബബിതയ്ക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ മനുവേട്ട എന്നാൽ നന്ദി പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന കളിയാക്കുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വൈജോട് ഇതൊക്കെ പറയുന്ന സമയത്ത് വൈജ മനുവിനോട് പറയുന്നുണ്ട്, അലീനയ്ക്ക് ആര് സപ്പോർട്ട് ചെയ്താലും അവരൊക്കെ എൻ്റെ ശത്രുക്കളാണെന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനുവിന് ദേഷ്യം വന്നിട്ട് എന്തായാലും മനു നീട്ട് പോയിട്ട് അങ്ങളോട് സംസാരിക്കേണ്ട, അങ്ങളോട് ബാലചന്ദ്ര മേനോട് ഇതൊക്കെ പറയണ്ട, അവളുടെ അമ്മ കമല ഇതൊക്കെ അലീനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്, നീ ആർക്ക് വേണ്ടിയിട്ടും അലീനോട് ശുപാർശയ്ക്ക് ചെല്ലരുത്, കാരണം അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം വിലയൊക്കെ ഉണ്ട്, അതൊരിക്കലും കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. മനു എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.